ജി സുധാകരൻ ഇന്ന് CPM-നോട് വിട പറഞ്ഞ് അമ്പലപ്പുഴയിൽ UDF-ന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. കൊട്ടാരക്കരയിൽ UDF-ന്റെ സ്ഥാനാർത്ഥി ആയിഷ പോറ്റിയാണ്. ആരാണ് ആയിഷ? MLA ആയ വ്യക്തിയാണ്. ആയിഷ പോറ്റി എന്നാണ് ഇവർക്ക് അനുമതിയായത്. ആയിഷ പോറ്റി നിയമസഭയിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോ അവർ ഈശ്വരനാമത്തിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അന്ന് മുതൽ CPM-ന്റെ കണ്ണിലെ കരടാണ്. രണ്ടാമത് നമ്മൾ കണ്ടത് ആയിഷ പോറ്റിയിലൂടെയാണ്. ആയിഷ പോറ്റി രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു. കൊട്ടാരക്കരയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ പേരാവൂരിൽ മത്സരിക്കുന്ന അതേ ചിഹ്നത്തിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ കൈപ്പത്തി ചിഹ്നത്തിൽ ആയിഷ പോറ്റി കൊട്ടാരക്കരയിൽ മത്സരിക്കുക. മത്സരിക്കുന്ന UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PK ശശിയാണ്. CPM-ന്റെ MLA, KTDC-യുടെ നിലവിലുള്ള ചെയർമാൻ. അതിനപ്പുറത്തേക്ക് ഒന്ന് ചിന്തിക്കണം. പനി വരുന്നത് പോലെയാ ക്യാൻസർ മനുഷ്യനെ കാർന്നു തിന്നുന്നത്. ജലദോഷം വരുന്നത് പോലെയാ ആളുകൾ കിഡ്നി രോഗികളായി മാറുന്നത്. നോക്കി നിൽക്കുന്നത് നേരം കൊണ്ട് ആളുകളുടെ കരളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പദ്ധതിയെ ഇവിടെ മറ്റൊരു പദ്ധതി 10 വർഷക്കാലത്തിനിടയിൽ ആവിഷ്കരിക്കാൻ കഴിയാതെ പോയവർക്ക്, രോഗികളെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോയവരുണ്ട്. മണ്ഡലത്തിൽ കഴിഞ്ഞ 15 വർഷക്കാലമായി വികസനത്തിന്റെ വിപ്ലവങ്ങൾ മാത്രം സൃഷ്ടിച്ചുകൊണ്ടല്ല, ഓരോ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുമായതുകൊണ്ട് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോ 140 നിയോജക മണ്ഡലങ്ങളിലെയും MLA-മാരെ ഒരേപോലെ കണ്ടുകൊണ്ട് 140 ജനപക്ഷ നിലപാട് സ്വീകരിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 15 വർഷക്കാലത്തെ പ്രിയങ്കരനായ വിജയിച്ച് ഒരു മന്ത്രി പദത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ കൽപ്പിച്ച ഭൂരിപക്ഷം ഈ കൊട്ടിയൂരിന്റെ മണ്ണിൽ നിന്ന് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്ന ഇതേ സമയത്താണ് പ്രിയങ്കരനായ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ ഏറ്റവും ലളിതമായ ഏറ്റവും മാന്യമായ രീതിയിൽ നിറപുഞ്ചിരിയോട് ഈ നാട്ടിലെ ജനങ്ങളോട് ഓട്ടഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വരുന്നത്. പ്രിയപ്പെട്ട തുറക്കപ്പെട്ട വാളുകളുടെ എണ്ണവും ഈ കേരളത്തിന്റെ മണ്ണിൽ പറഞ്ഞുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ നിങ്ങൾക്ക് കഴിയണം. ശക്തികളെ വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കില്ല എന്ന് പറഞ്ഞവർ TP രാമകൃഷ്ണൻ എന്ന്